ദാസാറിൻ്റെ പാട്ടുകൾ പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ്സ് പാടുമ്പോഴുള്ള ആ ഭക്തി, അദ്ദേഹത്തിന് ഇടുന്ന ആ ഭക്തി, അതിനെ വളരെ വൈകൃതമായ രീതിയിൽ പാടി നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ഒരു ഗായകനാണ് മാർക്കോസ്. അത് അദ്ദേഹത്തിൻ്റെ പല ഭക്തിഗാനങ്ങൾ മാത്രമല്ല, അല്ലാതെയുള്ള ഗാനങ്ങളും അദ്ദേഹം ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അതിനോട് എതിർക്കാം, അതിനോട് നിങ്ങൾക്ക് യോജിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, അതിമനോഹരമായ സോങ്സ്, അതിനെ ഭാവവും ഇല്ലാതെ അതിനെ ആ ടൂണും നശിപ്പിച്ച് വളരെ വൃത്തികെട്ട രീതിയിൽ പാടിയ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും മാർക്കോസ് സ്റ്റേജുകളിൽ ദാസാർ പാടിയ പാട്ടുകൾ പാടരുത് എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിച്ചു പോകുന്നു ഈ ഒരു വേളയിൽ. കാരണം ദാസാർ പാടിയ പാട്ടുകൾ പാടുമ്പോൾ നമ്മളൊക്കെ പാടും, അല്ലെങ്കിൽ നമ്മളൊക്കെ അതെപ്പോഴും നമ്മളൊരു മുളിപ്പാട്ട് പോലെ പാടുമെങ്കിലും അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ അത് റെൻഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭാവവും അതിൻ്റെ ആ ഒരു ഇതും നഷ്ടപ്പെട്ടു പോയി. ചില പാട്ടുകളൊക്കെ മാർക്കോസ് പാടിയതാണെന്ന് പോലും പലരും കരുതത്തക്ക രീതിയിലൊരു വേറൊരു രീതി തന്നെ അതിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദാസാറിൻ്റെ ആ ഒരു മനോഹരമായ ശബ്ദം കൂടി കേട്ട മനോഹരമായ ഭക്തി കലർന്ന പാട്ടുകൾ, അത് മാത്രം മതി ഞങ്ങൾക്ക് കേട്ടാൽ മതി എന്ന് ഒരു വളരെ എളിയൊരു സംഗീത ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. നമുക്ക് ദാസാറിൻ്റെ അടുത്ത പാട്ടിലേക്ക്, ഒരുപക്ഷെ മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം അല്ലേ. ജയേട്ടനൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പാട്ട് ആണ് അദ്ദേഹത്തിന് ഏറ്റവും ഫേവററ്റ് ഗാനമെന്ന്. നമുക്ക് കേൾക്കാം. വീണ്ടും ഒരു MS ബാബുരാജ്.